വിജയലക്ഷ്മി മെഡിക്കൽ സെന്ററിലെ സ്ഥാപക. എറണാകുളത്തെ സ്ത്രീരോഗ ചികിത്സയിൽ വൻപിച്ച മാറ്റം വരുത്തിയ ആളാണ് ഡോക്ടർ വിജയലക്ഷ്മി. നമുക്ക് ഡോക്ടർ വിജയലക്ഷ്മിയിലേക്ക് പോകാം. നമസ്കാരം. നമസ്കാരം. ഇന്ന് നമ്മളുടെ വിഷയം സ്ത്രീകളിലുള്ള അർബുദവും അതിനുള്ള പ്രതിരോധവുമാണ്. മാഡം, നമ്മുടെ സ്ത്രീകളിൽ, ഇന്ത്യൻ സ്ത്രീകളിൽ അല്ലെങ്കിൽ കേരള സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അർബുദം ഏത് അർബുദമാണ് മാഡം? ഗർഭാശയ സംബന്ധമായ അർബുദമാണോ? അല്ല, കേരളം ഒരു അപവാദമാണ്. ഇന്ത്യ നിരക്കെടുക്കുകയാണെങ്കിൽ കേരളം ഡെവലപ്ഡ് കൺട്രീസ് അല്ലെങ്കിൽ ജീവിത നിലവാരത്തിൽ ഉയർന്ന രാജ്യങ്ങളോട് കടപിടിക്കത്തക്കതാണ്. അവിടെ ഉള്ളതുപോലെ തന്നെ ഇവിടെയും അർബുദത്തിൽ നമ്പർ 1 സ്ഥാനം കൊടുത്തിരിക്കുന്ന സ്ഥാനാർബുദത്തിനാണ്. ഓക്കെ, ഗർഭാശയ അർബുദവും അണ്ഡാശയ അർബുദവും അത് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. പ്രതിരോധത്തിൽ ആദ്യം കാണുന്ന ഊന്നൽ നൽകേണ്ടത് ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസേഴ്സാണ്, അല്ലെങ്കിൽ സ്ഥാനാർബുദം തന്നെ. സ്ഥാനാർബുദത്തിൻ്റെ റേറ്റ് കൂടി വരുന്നതും കാണുന്നുണ്ട്. സ്ഥാനാർബുദം പ്രിവെന്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ മാഡം? നേരത്തെ കണ്ടുപിടിച്ച് അതിനെന്തെങ്കിലും ചികിത്സ കൊടുക്കാൻ സാധ്യതമാണോ? തീർച്ചയായിട്ടും ഉണ്ട്. മൊത്തമായിട്ട് മാറ്റിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടേ ഇല്ല. സ്ഥാനാർബുദം ഒരു രാജ്യത്തൊന്നും തുടച്ചു നിൽക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ സ്ഥാനാർബുദത്തിൻ്റെ തോത് ഒരു രാജ്യത്തും കണ്ടമാനം കീഴെ വന്നിട്ടുമില്ല. കാരണങ്ങൾ പലതും ഉണ്ടാവാം, പക്ഷെ ഒരു കാര്യം ശരിയാണ്, സ്ഥാനാർബുദം ഇപ്പോൾ പല രാജ്യങ്ങളിലും ചികിത്സിച്ച് ഭേദമാക്കപ്പെട്ട ക്യാൻസറുകളുടെ അല്ലെങ്കിൽ അർബുദങ്ങളുടെ പട്ടികയിൽപ്പെട്ടിട്ടുണ്ട്. അതായത് സ്ഥാനാർബുദം ബാധിച്ച ഒരു രോഗിയെ നേരത്തെ കണ്ടുപിടിച്ചും ചികിത്സിച്ചും അവരുടെ ജീവിത നിലവാരം സാമാന്യം നോർമലായി ജീവിക്കുന്ന ആൾക്കാരുടെ നിലവാരത്തിലേക്ക് എത്തി അവർ മരിക്കുന്നത് ഒരുപക്ഷെ സ്ഥാനാർബുദം കൊണ്ടേ അല്ലാണ്ട് 10, 70, 75, 80 വയസ്സാകുമ്പോൾ വേറൊരു രോഗം കൊണ്ട് മരിക്കാനുള്ള നിലവാരത്തിലേക്ക് വന്നിട്ടുണ്ട്. പ്രിവെൻഷൻ എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ ഇതിനകത്ത് പറയുന്നത് ഏർലി ഡിറ്റക്ഷൻ, അല്ലെങ്കിൽ നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് പറ്റാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ലോകത്തെമ്പാടും ചെയ്തു വരുന്നത്. അപ്പോൾ മാഡം പറയുന്നത് പ്രിവെൻഷൻ എന്നുള്ളത് സ്ഥാനാർബുദത്തിന് സംബന്ധിച്ചിടത്തോളം അതൊരു ബുദ്ധിമുട്ടാണ്, പക്ഷേ നേരത്തെ കണ്ടുപിടിച്ചാൽ അത് മുന്നോട്ട് പോകുന്നത് നമുക്ക് തടയാൻ കഴിയുമെന്നാണ് മാഡം പറയുന്നത്. എക്സാക്ട്ലി. അതായത് സാധ്യത ഉള്ള വകുപ്പുകൾ അല്ലെങ്കിൽ വകഭേദങ്ങളിലുള്ള ആൾക്കാരെ നമ്മൾ നേരത്തെ തന്നെ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, സ്ക്രീനിങ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ ഇതായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്താ പറ്റുന്നത് വെച്ചാൽ നമുക്ക് ഈ സ്ഥാനാർബുദം ഉണ്ടെന്നോ സംശയാസ്പദമായി ഉണ്ടെന്നോ വിചാരിച്ച് നേരത്തെ തന്നെ അതിൻ്റെ ചികിത്സ തുടങ്ങാൻ പറ്റും. ഈ ചികിത്സ തുടങ്ങാൻ പറ്റുമ്പോൾ എന്താണ് പറ്റുന്നതെന്ന് വെച്ചാൽ രോഗിക്ക് വളരെ കുറഞ്ഞ ചികിത്സ ചെയ്തും രോഗിയുടെ ജീവിത നിലവാരം വളരെ നന്നാക്കിയും അവർക്ക് അത്യന്തമായ ആനന്ദകരമായ ലൈഫ് സ്റ്റൈലിൽ വ്യത്യാസങ്ങൾ വരുന്നതും നോർമലായിട്ടൊരു ജീവിത നിലവാരത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. ഇതാണ് സ്ഥാനാർബുദത്തിനെ ചൊല്ലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇതുവരെയും സ്ഥാനാർബുദത്തിന് പ്രിവെൻറ്റീവായിട്ട്, ലൈക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ വാക്സിനേഷനൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഏർലി ഡിറ്റക്ഷൻ, ഏർലി ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഏർലി റീഹാബിലിറ്റേഷൻ ഇതാണ് നടക്കുന്നത്. ആരിലൊക്കെയാണ് ഈ സ്ഥാനാർബുദം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ സ്ക്രീനിങ് ടെസ്റ്റ് മാഡം പറഞ്ഞതുപോലെ അണ്ടർഗോ ചെയ്യേണ്ടത് ആരൊക്കെയാണ്? അങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ മൊത്തം സ്ത്രീകളും സ്ക്രീൻ ചെയ്യപ്പെടേണ്ടതാണ്. ഒരാളെയും ഒഴിച്ചു നിർത്താൻ പറ്റില്ല. പക്ഷേ നമ്മൾ കണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ഥാനാർബുദം കൂടുതൽ കണ്ടുവരുന്നത് നമ്പർ ഓഫ് കുട്ടികളുടെ എണ്ണം കുറവുള്ള സ്ത്രീകളിൽ, മുലപ്പാൽ ഊട്ടിയതിൻ്റെ അളവ് കുറഞ്ഞ സ്ത്രീകളിൽ, ഒരിക്കലും പ്രസവിക്കാത്ത സ്ത്രീകളിൽ, കുടുംബത്തിലെ ഫാമിലിയായിട്ട് ഇഷ്ടംപോലെ സ്ഥാനാർബുദങ്ങൾ ഉണ്ടായിരിക്കുന്ന ആൾക്കാരിൽ, അതായത് ചില പ്രത്യേക ജീൻ മ്യൂട്ടേഷൻസ് കാണുന്നുണ്ട് ഈ സ്ഥാനാർബുദത്തോട്. അപ്പോൾ അത് കുടുംബപരമായി വരുന്നതാണ്. അങ്ങനെയുള്ള സ്ത്രീകളിൽ പിന്നെ പ്രത്യേകതരം ചികിത്സകൾ, ചില ഹോർമോൺ ചികിത്സകൾ എടുക്കേണ്ടി വന്ന സ്ത്രീകളിൽ, പ്രത്യേകിച്ച് ലൈഫ് സ്റ്റൈലിൽ ഫാറ്റ് ഇങ്ങനത്തെയുള്ള ശരീരപ്രകൃതമുള്ള സ്ത്രീകളിൽ, ഇവരിലെല്ലാം സ്ഥാനാർബുദത്തിൻ്റെ നിരക്ക് വളരെയധികം കൂടുതൽ കാണുന്നുണ്ട്. ബട്ട് വാട്ട് എവർ സെഡ് ആൻഡ് ഡൺ, എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതൊന്നും അല്ലാത്തവരിലും കാണുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ സ്ത്രീകളും പ്രൈമറി സ്ക്രീനിങ് അല്ലെങ്കിൽ ടെസ്റ്റുകൾ സമയോചിതവും കാലോചിതമായി ചെയ്തിരിക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം. ആഞ്ചലിന ജോളി ഈ ഇടയ്ക്ക് മാസ്റ്റെക്ടമി ചെയ്തു, അതിൻ്റെ പശ്ചാത്തലത്തിൽ ചോദിക്കുകയാണ് മാഡം. ഇപ്പോൾ മാഡം പറഞ്ഞല്ലോ ഈ സാധ്യതയുള്ള സ്ത്രീകൾ മാസ്റ്റെക്ടമി ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? പഠന വിധേയമാക്കേണ്ടതാണ്. ആഞ്ചലിന ജോളി അത് ചെയ്ത് പബ്ലിക്കായി എന്നുള്ളതാണ്
പബ്ലിക്കായിട്ട് വരാൻ തുനിഞ്ഞത് അവരുടെ വിശാല മനസ്കത. അത് അവരുടെ വിശാല മനസ്കതയെ കാണിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇവർക്ക് വേണമെങ്കിൽ രഹസ്യമാക്കി വെക്കാമായിരുന്നു. ഇല്ല, ഞാനൊരു പബ്ലിക് പേഴ്സണാലിറ്റിയാണ്, ഞാൻ ചെയ്തത് പൊതുജനത്തിന് നല്ലതായിരിക്കാം, നല്ല ഒരു മെസ്സേജ് എത്തിക്കണം എന്നുള്ള നിലയിലാണ് അവർ പുറത്തേക്ക് വന്നത്. അവരുടെ അമ്മ അവരുടെ ആണ്ടികൾ, അവരുടെ ഗ്രാൻഡ് മദർ, ഇത്രയും പേരും ഈ സ്തനാർബുദത്തിൻ്റെ വിക്റ്റിമായിട്ട് മരിച്ചവരാണ്. അവരത് കണ്ടൊരു കുടുംബത്തിലാണ്. അവരുടെ ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരും അതേ തരം ജീൻ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ അതേ ജനിതക വൈകല്യം ക്യാരി ചെയ്യുന്നുണ്ടെന്ന് കണ്ടു. അവരിൽ പക്ഷെ ടെസ്റ്റ് ചെയ്തിടത്തോളം അവരിൽ ഇതുവരെ സ്തനാർബുദമില്ല. എന്നിരുന്നാലും അവർ വിചാരിച്ചു ബെറ്റർ ടു ഹാവ് എ പ്രിവെൻറ്റീവ്. അവർക്ക് കുട്ടികളായി, അവർ നോർമലായിട്ട് പ്രസവിച്ചു, നോർമലായ കുട്ടികളുണ്ടായി, നോർമലായി അവരെ മുലയൂട്ടി. എന്നിരുന്നാലും അവർ ഇതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം അവർക്ക് ഈ മ്യൂട്ടേഷനുണ്ട്. അപ്പോൾ അവരിൽ സാധ്യത കണക്കാക്കപ്പെടുന്ന റിസ്ക് കാൽക്കുലേഷൻ എത്രയാണെന്ന് വെച്ചാൽ 80% വരെ അവർക്ക് വരാം. എന്നാലും 20% അവർക്ക് വരാതെയും ഇരിക്കാം. എന്നിട്ട് പോലും അവർ വിചാരിച്ചു ഞാൻ ഈ സ്ഥലം എടുത്തു മാറ്റി, പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ സ്ഥലം വെച്ചതുകൊണ്ട് എനിക്ക് സൗന്ദര്യവും നിലനിർത്താൻ പറ്റും, എനിക്ക് ഈ ഡിസീസിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റും. പക്ഷേ അതൊരു സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ഒരാൾക്ക് മാത്രം ചെയ്യാവുന്ന ഒരു പ്രക്രിയ ആയിപ്പോയി എന്നുള്ളതാണ് ഇതിനകത്തൊരു മറുവശം. അതുകൊണ്ട് അവർ ആ 20% പെട്ടാൽ പോരായിരുന്നോ, അവരെ നോക്കിയാൽ പോരായിരുന്നോ, അതായത് അമ്മയെ തല്ലിയ, അതിന് 2 പക്ഷമുണ്ട് എന്നുള്ള നിലവാരത്തിൽ ആഞ്ചലിന ജോളി ഈ തരം ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു വക്താവായില്ലേ എന്നുള്ളത് ചോദിച്ച ഒരു നിലവാരവും ഉണ്ട്. അതായത് മാസ്റ്റക്ടമി ചെയ്യുക, വെറുതെ പ്രോഫലാക്റ്റിക് മാസ്റ്റക്ടമി, അല്ലെങ്കിൽ ആവശ്യമില്ല വരാമെന്ന് ഭയന്ന് ചെയ്യുന്ന ഒരു പ്രക്രിയ ചെയ്യുക, എന്നിട്ട് അതിന് പകരം ഭംഗിയാക്കാൻ വേണ്ടി ഒരു ഇംപ്ലാന്റ് വയ്ക്കുക, സ്ഥലത്തിന് പകരം സ്ഥലത്തിന് ഇംപ്ലാന്റ് വയ്ക്കുക, സൗന്ദര്യ നിലവാരം നിലനിർത്തുക. ഇതൊക്കെ ചെയ്യുന്നെങ്കിൽ സാമ്പത്തികമുണ്ട്. അപ്പോൾ അതൊരു അങ്ങനത്തെ ഒരു പ്രൊമോട്ടർ ആയില്ലേ എന്നുള്ള വാദിക്കുന്ന ആൾക്കാരും ഉണ്ട്. 2 ഭാഗത്ത് നിന്ന് ചിന്തിച്ചാലും തെറ്റില്ല. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് അവരെ പോലുള്ളൊരു വ്യക്തി പുറത്തേക്ക് വന്നല്ലോ എന്നുള്ളതാണ് ഞാൻ അതിൻ്റെ ഒരു നന്മയായിട്ട് കണക്കാക്കുന്നത്. മാഡം, അപ്പോൾ ഇത് ഫെമിലിയർ ആണല്ലേ, കുടുംബത്തിൽ ഉണ്ടല്ലോ, സാധ്യത ഭയങ്കര അധികമാണല്ലേ മാഡം? ഉണ്ട്, ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡിസീസുമാണ്. തീർച്ചയായും കിട്ടും. ആണാണ് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട് പോലും ചെലവ് വളരെ അധികമാണ്. അതുകൊണ്ട് റുട്ടീനായിട്ട് ജനിതകമായി ചെയ്യുന്ന സ്ഥാപനങ്ങൾ കുറവാണ്. അതിൻ്റെ ലെവല്, പൈസയുടെ സാമ്പത്തികത കുറയേണ്ടതാണ് ഇവിടെ. സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ക്യാൻസർ ഏതാണ് മാഡം? നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ ഏതാണ്? ഒന്ന് ബ്രസ്റ്റ് ക്യാൻസർ തന്നെ. മാമോഗ്രാഫി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ്, അല്ലെങ്കിൽ ബ്രസ്റ്റ് അൾട്രാസോണോഗ്രാഫി എന്ന് പറഞ്ഞ നിസ്സാരമായ ചികിത്സ. അതായത് ഇത് ഇൻറ്റൻസിഫൈ ചെയ്ത് ഒരാളെ വേദനിപ്പിച്ച് ചെയ്യുന്ന ചികിത്സയില്ല, തുലം കുറഞ്ഞ വേദനകളിൽ കൂടി ചെയ്യാവുന്ന ചികിത്സ. അത് കാലോചിതമായി ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ടൈം പീരീഡ്, അതായത് 1 കൊല്ലത്തിൽ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ 2 കൊല്ലം കൂടുമ്പോൾ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ 3 കൊല്ലം കൂടുമ്പോൾ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ 5 കൊല്ലം കൂടുമ്പോൾ ചെയ്തിരിക്കണം എന്നൊന്നും ഒരു കൃത്യമായ നിർവചനം ഇപ്പം ചെയ്യാൻ പറ്റില്ല. ഇപ്പം ചെയ്യുന്നത് നമ്മളുടെ സാമ്പത്തികവും അടിസ്ഥാനപ്പെട്ടാണ് നമ്മൾ അതിനൊരു